ഹലോ അസ്സലാമു അലൈക്കും. ഇന്നെൻ്റെ റോസ് മോളൊരു ജേണി കേട്ടോ ഞാൻ വീഡിയോ എടുത്ത്. അപ്പോൾ എനിക്ക് 9 വർഷമായിട്ട് കിട്ടിയ മാഷാ അല്ലാ എനിക്ക് കിട്ടിയൊരു പൊന്നു മണി അത്. അപ്പോൾ എനിക്ക് 2 പ്രാവശ്യം DNC ചെയ്ത് പോയതായിരുന്നു. 2 പ്രാവശ്യം ഞാൻ പ്രഗ്നൻ്റായി പോയതായിരുന്നു. അപ്പോൾ എനിക്ക് മൂന്നാമത്തെ ഭയങ്കര കെയറായിട്ട് ഞാൻ അവിടെ ദുബായിലായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് പ്രഗ്നൻ്റ് ആയത് ഞാൻ. ഇത് ഞങ്ങളെ ഫസ്റ്റത്തെ ഫോട്ടോ കേട്ടോ, ഹോസ്പിറ്റലിൽ പോയ ഫസ്റ്റ് ഫോട്ടോ ആണ്. പിന്നെ ഒരു 7 മാസമായപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മാഷാ അല്ലാ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട് ഞാൻ മോം ട്യൂബിയൊക്കെ ചെയ്തിരുന്നു. വീട്ടിൽ തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ അലങ്കരിച്ച് ചെയ്തതായിരുന്നു. മാഷാ അല്ലാ നവംബർ 21 ആയിരുന്നു എൻ്റെ മോള് ഞാൻ പ്രസവിച്ചത്. അപ്പോൾ അന്ന് ഹസ്ബൻഡ് ഇവിടെ നാട്ടിലില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവൾ 9 വർഷമായി ഉണ്ടായതല്ലേ. അപ്പോൾ ഞാൻ പല മോഡലും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നേ. ഫസ്റ്റത്തെ ഒരു ഈ ഡ്രസ്സ് എൻ്റെ ബ്രദർ കൊടുന്നായിരുന്നു. പിന്നെ ഞാൻ ന്യൂ ഇയറിന് ഫോട്ടോ എടുത്ത്, ഫസ്റ്റ് ഈദിൻ്റെ ഫോട്ടോ എടുത്ത്, പിന്നെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു ഞാൻ നല്ല രീതിയിൽ ആഘോഷിച്ചിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യാം. പിന്നെ ഇത് ഫസ്റ്റത്തെ ഈദിൻ്റെ ആയിരുന്നേ. പിന്നെ ഇത് ഓണത്തിൻ്റെ ഫോട്ടോ ആയിരുന്നു അവളത്. പിന്നെ ഹസ്ബൻഡ് മോക്കൊരു 8 മാസമായപ്പോഴാണ് നാട്ടിലെത്തി. ഇത് ഞങ്ങളെ ഫസ്റ്റ് ഫോട്ടോ കേട്ടോ, ഫാമിലി ഫോട്ടോ ആയിട്ട് ഫസ്റ്റ് എടുത്തതായിരുന്നു. ഇനിയുള്ളതൊരു വീഡിയോ തിരുജന്മസുദിനം നനഞ്ഞല്ലോ പാലൊളി നിറമാലേ പ്രിയമകൾക്കാരംഭം തെളിഞ്ഞല്ലോ. ഉപ്പ ഹംസ കുഞ്ഞിന് മനസ്സറിഞ്ഞ് നല്ല ഉമ്മുമ്മ റാബിയ ശംസ പാടി. ഉമ്മുപ്പ മർഹൂം ബാബ ജന്നത്തിൽ നിന്ന് നല്ല ഉമ്മുമ്മ സുലൈക്കയും താരാട്ടു പാടി. അബ്ബ മൂനീറും ഭാര്യ തെസിയും കൂടെ ആൻറ്റി മോൾട്ടിയും ബാവയും ആശംസ പാടി. കളിക്കൂട്ടുകാരി ലച്ചു മുന്നേയും മിക്കും മുന്നേ റോസിന് സമ്മാനങ്ങൾ നൽകിയിടുന്നേ. മാമീർഷുമോളും ഒപ്പം മംഗിൾ ഷിഹാബും മുന്നേ അമ്മാവന്മാർ ശിവവും ദിവവും കൈക്കൊത്തിപ്പാടി. അയകേറും റോസിന്റെ തിരുജന്മസുദിനം നനഞ്ഞല്ലോ പാലൊളി നിറമാലേ പ്രിയമകൾക്കാരംഭം തെളിഞ്ഞല്ലോ. അയകേറും റോസിന്റെ തിരുജന്മസുദിനം നനഞ്ഞ എൻ്റെ 2 ബ്രദേഴ്സും അർജൻറ്റീനൻ്റെ ഭയങ്കര ഫാനാണ് കേട്ടോ. അപ്പോൾ അവരെ വകയിൽ നിന്ന് സെക്കൻഡ് ബർത്ത്ഡേ എനിക്ക് അവരെന്നെ ടർഫൊക്കെ ഓർഡർ ചെയ്ത് അവരെ വക സർപ്രൈസ് ആയിട്ട് തന്നതായിരുന്നു. മോക്കൊരു ടീഷർട്ടും കൊടുത്തിരുന്നേ. പിന്നെ അതിൽ 3rd ബർത്ത്ഡേ ഒക്കെ ആയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഒരു കേക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയിട്ട് ചെറിയ പോലെയായിരുന്നു ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു കൊടുത്തിരുന്നത്. പിന്നെ 4th ബർത്ത്ഡേ എൻ്റെ ബ്രദറിൻ്റെ വകേനെ ഒരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. കാട്ടി കൊടുത്താൽ കേക്ക് കിട്ടി. താങ്ക് യു ആണ്. സർപ്രൈസ് കേക്ക് ബ്രദർ കൊടുക്കുന്നത് ലച്ചുവിൻ്റെ ബർത്ത്ഡേ ഒക്കെ ആയിരുന്നു, അനിയത്തിൻ്റെ മോളത്. അപ്പോൾ പിന്നെ മോളത് അതിൽ കൂടി തന്നെയാണ് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ എനിക്ക് ഭയങ്കര വലിയ ആർഭാടായി കളിക്കണമെന്ന് ഇഷ്ടമൊന്നുമല്ല. പിന്നെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കേക്ക് കട്ടിങ്ങും ബലൂണും കാര്യങ്ങളൊക്കെ. അപ്പോൾ മക്കളെ സന്തോഷമല്ലേ നമ്മൾക്ക് വലുത്. അപ്പോൾ പിന്നെ അങ്ങനെ ലച്ചുവിൻ്റെ ബർത്ത്ഡേൻ്റെ കൂട്ടത്തിൽ തന്നെ 4th ബർത്ത്ഡേയും കഴിച്ച് മോളതും. അപ്പോൾ ഇപ്പോൾ മാഷാ അല്ലാ അവൾക്ക് 4 വയസ്സായിട്ടുണ്ട്. 4 വയസ്സായപ്പോഴേ തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ മോളെ പ്ലേ സ്കൂളിലൊന്ന് വിട്ട് നോക്കിയിരുന്നേ, എങ്ങനെ ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. അംഗനവാടിയൊന്നും പറഞ്ഞ് വിട്ടിട്ടില്ല. അപ്പോൾ അവൾ ഫസ്റ്റ് ഡേ ഒക്കെ കുഴപ്പമൊന്നുമില്ലാതെ പോയൊക്കെ ചെയ്തിരുന്നു. പിന്നെ 2ാമത്തെ ദിവസം പറഞ്ഞിട്ടാ പോകണില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ വിട്ടിട്ടില്ല. അപ്പോൾ ഇതാണ് മാഷാ അല്ലാ എൻ്റെ മോളെ ജേണി. ഞങ്ങൾക്ക് 9 വർഷമായിട്ട് കിട്ടിയ പൊന്നു മണിയാണിത്.